മലയാള സിനിമയുടെ ബോക്സ് ഓഫീസിൽ എന്തൊക്കെയായി സംഭവിക്കുന്നത്? വാഴ 2വിനെ സംബന്ധിച്ച് അടുത്തിടെ റെഡിറ്റിൽ ഒരു പോസ്റ്റ് കണ്ടു. വർക്കലയിൽ നിന്നുള്ള 4 പയ്യന്മാർ. അവരുടെ പക്കലുണ്ടായിരുന്നത് ഓരോ സ്മാർട്ട് ഫോണും ഒരു സ്വപ്നവുമായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്കൊപ്പമുള്ള ആരോ എന്തോ നേടിയതുപോലെ ഉള്ളിലൊരു സന്തോഷം. വാഴയേക്കാൾ മികച്ചതാണോ വാഴ 2 എന്ന ചോദ്യത്തിന് ചിത്രത്തിൽ അലന്റെ കഥാപാത്രത്തിന്റെ ഒരു ഡയലോഗാണ് ഉത്തരം. ഒന്ന് ഷേപ്പ് വരുത്തി ഒരു ഫിനിഷിങ്ങിന് വേണ്ടി. വെറും 7 ദിവസം കൊണ്ടാണ് വാഴ 2 100 കോടി ക്ലബ്ബ് എന്ന സ്വപ്നത്തിൽ ചെന്നു തൊട്ടത്. 7 ദിവസം കൊണ്ട് ഈ നേട്ടം കൈവരിച്ച മറ്റൊരു ചിത്രം മൾട്ടി സ്റ്റാർസ് അണിനിരന്ന ലോകയാണ്. ബോക്സ് ഓഫീസിന്റെ സ്വന്തം കൊമ്പൻ മോഹൻലാലിന്റെ തുടരും, എമ്പുരാൻ എന്നീ ചിത്രങ്ങൾ മാത്രമാണ് ഇതിലും കുറഞ്ഞ ദിവസത്തിൽ 100 കോടി നേടിയത് എന്നോർക്കണം. ചിത്രത്തിന്റെ വിജയത്തിന് കാരണം ആരുടെയെങ്കിലും സ്റ്റാർഡമാണോ എന്ന് ചോദിച്ചാൽ എല്ലാവരും പുതുമുഖങ്ങളാണ്. എന്നാൽ അവരൊക്കെ സിനിമയിൽ വരുന്നതിന് മുൻപും താരങ്ങളുമാണ്. വാഴയുടെ 2ാം ഭാഗം ആയതുകൊണ്ടല്ലേ ഇത്രയും വലിയ വിജയമായത് എന്ന് ചോദിച്ചാൽ 1ാം ഭാഗത്തിന്റെ ലൈഫ് ടൈം കളക്ഷൻ 3 ദിവസം കൊണ്ടാണ് വാഴ 2 നേടിയത്. മാത്രമല്ല വാഴ 1ാം ഭാഗത്തിന് ഒരു വലിയ വിഭാഗം പ്രേക്ഷകർ ടിക്കറ്റ് എടുത്തത് ഹാഷിർ ആൻഡ് ടീംസിനെ കാണാനായിരുന്നു എന്നതും ഓർക്കണം. ചിത്രത്തിന്റെ കോണ്ടന്റ് ആണോ വിജയരഹസ്യമെന്ന് ചോദിച്ചാൽ മലയാളം സിനിമ ഇന്നേ വരെ കാണാത്തതോ വലിയ പുതുമയുള്ളതോ ആയ വിഷയമൊന്നുമല്ല ചിത്രത്തിലുള്ളത്. ഏതായാലും മേൽപ്പറഞ്ഞതും പറയാത്തതുമായ കുറെ കാരണങ്ങൾ കൊണ്ട് അന്ന് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിനും അനിയത്തിപ്രാവിനും ഫോർ ദ പീപ്പിളിനും പ്രേമത്തിനും ഒക്കെ കിട്ടിയ ആ സഡൻ റഷ് ഉണ്ടാക്കി പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് പായിക്കാൻ വാഴ 2വിന് സാധിച്ചു. വളരെ സ്വതസിദ്ധമായ കോമിക് ടൈമിങ്ങും തങ്ങളുടെ പ്രത്യേക ഭാഷാ ശൈലിയും എല്ലാം ഉപയോഗിച്ച് റീൽസ് എടുത്ത് നടന്ന പിള്ളേർ ആദ്യ പടത്തിലെ 100 കോടി അടിച്ചത് ശരിക്കും നമ്മുടെ നാട്ടിലെ തന്റെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിലൂടെ എവിടെയെങ്കിലും എത്താമെന്ന് സ്വപ്നം കാണുന്ന ലക്ഷക്കണക്കിന് കോണ്ടന്റ് ക്രിയേറ്റർമാരായ പിള്ളേർക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. 5 വർഷത്തിനിടയിൽ ഇൻസ്റ്റാ റീൽസിൽ നിന്നും സിനിമയിലെത്തിയവർ ഏറെയാണ്. അവരാരും അത്ര നിസ്സാരക്കാരല്ലെന്ന് മാത്രമല്ല തുടക്കത്തിലെ തന്നെ അപാര റേഞ്ചുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ ശേഷിയുള്ളവരാണെന്നും വാഴ 2 കണ്ടവർക്ക് കത്തും. വാഴ 2വിലെ ഒരു പാട്ടിൽ അദ്രീജോ എഴുതിയതുപോലെ ഈ വീഞ്ഞിന് വീര്യം പോരാ എന്നാരും ചൊല്ലണ്ടടാ, പിള്ളേരവർ ഒന്നിച്ചെത്തിയാൽ ഉള്ളോരാരും താങ്ങൂലടാ. ആ വരി അച്ചിട്ടായെന്ന് പറഞ്ഞാൽ മതിയല്ലോ.